ഇന്ന് അവിട്ടായതുകൊണ്ട് ഞങ്ങൾ ബിരിയാണി മേടിക്കണം, കോഴി രണ്ടായിരം നിറച്ച് മുതൽ മേടിക്കണം ഞങ്ങളുടെ പ്ലാൻ. കോഴി നിറച്ചിട്ട് അപ്പം എന്നാൽ പിന്നെ നമുക്ക് കോഴി നിറച്ച് വാങ്ങാൻ പോയല്ലോ. ഓക്കെ, കമോൺ. നേരെ വണ്ടി എടുത്ത് വിട്ടുട്ടോ. നല്ല ചൂട്, ഉച്ച സമയം. പക്ഷെ കഴിക്കാമെന്ന് നമ്മൾ വിടാൻ പറ്റില്ലല്ലോ. കഴിച്ചിട്ട് തന്നെ തീരുമാനം പറഞ്ഞിട്ട് വണ്ടി എടുത്ത് ഒറ്റ വിടല്. ഈ റോഡിൽ ഒരു കൊല്ലത്തിലാണ് ഇത്രയും വണ്ടി വരും. പക്ഷെ ഒരു ദിവസം ഇത്ര വണ്ടി ആദ്യമായിട്ടാണ് കേട്ടോ. നമുക്ക് ഇത് കാരണം ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ 1 മണിക്കൂർ ക്യൂ നിൽക്കും. അങ്ങനെ ഞങ്ങളുടെ ഊട്ടൂരെ റെസ്റ്റോറൻറ്റ് എത്തി. നമ്മ അറിയില്ലേ, വാ ഉള്ളിലേക്ക് പോവാ. നേരെ ഉള്ളിൽ പോയത് ഞാൻ മെനു നോക്കിയിട്ട് അവിടെ കോഴി നിറച്ചതിൻ്റെ പ്രൈസ് മാത്രം ഇട്ടിട്ടില്ല. ഇവിടെ ഏകദേശം ഒരു 50 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ അവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കണു, ചിക്കൻ കറി ഉണ്ടാക്കണു, ബീഫ് ഉണ്ടാക്കണു, മീൻ ഉണ്ടാക്കണു, പാർസലൊക്കെ ഇഷ്ടക്കണക്കിന് പോണു. അപ്പം ഞങ്ങളുടെ സാധനം റെഡി ആയിട്ടോ. അതാണ് ഞങ്ങളുടെ സാധനം, കുറച്ച് വലിയ സാധനമാണ്. അങ്ങനെ അവിടുത്തെ മുതലാളി നമ്മൾ ഹായും കൊടുത്ത് അവിടുത്തെ സാധനവും വാങ്ങി ഇറങ്ങി. പിന്നെ നേരെ പോയത് 3 രൂപൻ്റെ ചപ്പാത്തി, 3 രൂപൻ്റെ ആപ്പം, 3 രൂപൻ്റെ പത്തിരി, 3 രൂപൻ്റെ പൊറോട്ട. അവിടെ പോയി ഞങ്ങൾ പൊറോട്ടയും മേടിച്ച് നേരെ വന്നു. ഇതാണ് ഞങ്ങളുടെ സാധനം കേട്ടോ. ലോകത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് പറയുകയാണെങ്കിൽ ഈ കോഴി നിറച്ചാണ്. ഇതും പൊറോട്ടയും എല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചല്ലേ നമ്മൾ സ്വർഗം കാണും. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇതൊന്ന് വാങ്ങി കഴിച്ച് നോക്കൂ. ബൈ.